എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാലചന്ദ്രൻ വൈജയന്തിയോട് ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കൊണ്ടുവരുന്ന കുക്കുംബർ സലാഡിന്റെ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്ത അടിച്ച് പരത്തിയില്ലെങ്കിൽ എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നല്ല. നീ ചെല്ല് പോയി കൊണ്ടുവരാനായിട്ട് വൈജയന്തിയോട് ദേഷ്യത്തോടുകൂടി പറയുന്നു. ഇത് കേട്ട് നിൽക്കുന്ന ലീന, എന്തിനാ സാർ വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. മറുപടിയെ ബാലൻ, നീ ഒന്നും പറയരുത്, വേഗം എവിടെ നിന്നും പോയിക്കൊള്ളാനായിട്ട് ആവശ്യപ്പെടുന്നു. കുറച്ചു നേരത്തിന് ശേഷം അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് വേഗത്തിൽ കയറി വരികയാണ്. അകത്തേക്ക് കയറിയ പാടെ എന്തോ ബാഗിൽ തിരിയുന്നു. എന്താണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് തന്നെ ഞാനും മറന്നുപോയെന്ന് അലീനയുടെ മറുപടി. അതൊക്കെ എന്തൊരു മറവിയാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെങ്ങനെ ഞാൻ മറക്കാതിരിക്കും, തല പുകഞ്ഞിരിക്കുകയല്ലേ, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ അലീന മുത്തശ്ശിയോട് പറയുന്നു. അലീന തുടരുകയാണ്, മുമ്പ് കൃഷ്ണമോളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും എന്നിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ഞാൻ അവരുടെയൊക്കെ ശത്രുവായ പോലെ അവർ അമ്മയും മക്കളും എല്ലാം കൂടെ എവിടെയെങ്കിലും കൂടിയിരുന്ന് ചർച്ചയും ഗൂഢാലോചനയും. മുത്തശ്ശി ഇപ്പോൾ അലീനയോടെ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രന് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. സാർ എന്നോട് ചില നേരത്ത് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നത്, എന്നാൽ ചില നേരത്ത് ഭയങ്കര ദേഷ്യവും. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? ഇത് കേൾക്കുന്ന മുത്തശ്ശി, നിനക്ക് ബാലനോട് തന്നെ കാര്യം എന്താണെന്ന് നേരിട്ട് ചോദിക്കാറുന്നില്ലേ? മറുപടിയായി അലീന, എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഇപ്പം മുത്തശ്ശി ഒന്ന് അലീനയോടെ പറയുന്നു. എന്നാലും ബാലന് വൈജയോട് ഇത്ര കണ്ട് വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അതും വെറും 3-4 ദിവസം കൊണ്ട്. ഇത് കേൾക്കുന്ന അലീന, സാറിന് അങ്ങനത്തെ വിരോധം മാഡത്തിനോട് വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അത് സാറിൻ്റെ തന്നെ കുറ്റമാണെന്നും ഇരിക്കട്ടെ. സാറ് കണ്ടമാനം മദ്യപിക്കുകയും ചെയ്തില്ലേ, ഹാർട്ട് അറ്റാക്കും വരുത്തി വെച്ചു. അപ്പോൾ ഈ നീലഗിരി എന്നൊക്കെ വന്ന ഗംഗാധരൻ സാറിനെ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അതിനു പകരം അവർ വൈജയന്തി മാഡത്തിനെയല്ലേ കുറ്റപ്പെടുത്തിയത്? അതെന്തുകൊണ്ടായിരിക്കുമെന്ന് മുത്തശ്ശിയോടായി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അവൻ രോഗിയല്ലേ, അവനെ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ഇത് കേൾക്കുന്ന ലീന, എങ്കിൽ പിന്നെ അവരെന്താ മാഡത്തിനെ കുറ്റപ്പെടുത്തേണ്ടത്? മാഡത്തിനെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടുന്നത്? ഇത് കേൾക്കുന്ന മുത്തശ്ശി, അവർ രണ്ടുപേരും ഉറപ്പായും അവളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും. മറുപടിയായി ലീന, പിന്നെ ആശ്വസിപ്പിച്ചു, നീയാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ടാണ് ഇവിടുന്ന് അവർ പോയത്. മാഡം ആകട്ടെ അവർ പറഞ്ഞൊന്നും നിഷേധിച്ചില്ല, എതിർത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്തിനാണ് എന്നെ അടിച്ചതെന്നും ചോദിച്ചില്ല. അതിനൊക്കെ അർത്ഥം എന്താണ്? മാഡത്തിനറിയാം അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. ഗംഗാധരൻ സാറിനും വൈഫിനും അറിയാം ബാലേന്ദ്രൻ സാറ് അവരോട് കാണിക്കുന്ന ദേഷ്യം ന്യായമാണെന്നുള്ളത്. മുത്തശ്ശിക്കും അറിയാം ചില വേണ്ടാതീരങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന്, അല്ലേന്ന് അലീന മുത്തശ്ശിയോട് ചോദിക്കുന്നു. അലീന സ്വയമേ പറയുന്നുണ്ട്, എനിക്കും അറിയാം ചില ഉള്ളുകളികള്. കഥയൊന്നും അറിയാതെ വെറുതെ ആട്ടം കാണുകയാണ് 3 മക്കളും. അവർക്കറിയില്ല ആരുടെ ഭാഗത്ത് നിൽക്കണം, ആരുടെ ഭാഗത്ത് നിൽക്കരുത്, ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നൊക്കെ. ഈ സമയം വൈജയന്തി ബാലിന്റെ മുറിയിലേക്ക് കയറിപ്പോകാൻ കോണിപ്പടികൾ കയറിയ ശേഷം വേണ്ടെന്ന് വിചാരിച്ച് താഴെ പടിയിൽ വന്നിരിക്കുകയാണ്. വൈജ കരയുന്നുണ്ട്. ബാലചന്ദ്രനാകട്ടെ അന്ന് അലീനയെ രേവതിക്കുട്ടി സംസാരിച്ചിരുന്ന ഫോൺ സംഭാഷണങ്ങൾ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് അയക്കുകയുണ്ടായിരുന്നു. അതെല്ലാം വീണ്ടും ആവർത്തിച്ചിരുന്ന് കേൾക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം ബാലൻ തൻ്റെ തോക്കെടുത്ത് ദേഷ്യത്തോടുകൂടി അതും കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ബാലന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് മറ്റാരുടെയും അല്ലായിരുന്നു, ഗോവർദ്ധൻ്റെ ആയിരുന്നു. ഫോൺ എടുത്ത ഉടൻ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരട്ടെ? നാളെയാണ് പർച്ചേസിന് പോവേണ്ട ദിവസമെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബാലൻ നാളെ കട അടച്ചിട്ടേക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. എങ്കിൽ പിന്നെ മറ്റന്നാളെ പോകാമെന്ന് ഗോവർദ്ധൻ പറയുമ്പോൾ ഒരാഴ്ചത്തേക്കല്ല കട 3 അടച്ചിട്ടേക്കാനായിട്ട് ബാലൻ ആവശ്യപ്പെടുന്നു. അതും പോരെങ്കിൽ 1 മാസത്തേന് കട എല്ലാം അടച്ചിട്ടേക്കാനാണ് ബാലൻ വീണ്ടും പറയുന്നത്. ഇത് കേൾക്കുന്ന ഗോവർദ്ധൻ, അപ്പോൾ നമ്മുടെ ജോലിക്കാരോടൊക്കെ എന്ത് പറയും? മറുപടിയെ ബാലൻ, ഒന്നെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കാൻ പറ, അല്ലെങ്കിൽ വേറെ പണി പോയി നോക്കാൻ പറ. ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ ഗോവർദ്ധൻ, ബാലേട്ടൻ്റെ ഇപ്പോഴത്തെ മൂഡ് ശരിയല്ല, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം മനുഷ്യർ തന്റെ ഫ്രണ്ടായിട്ടുള്ള സോജനെ വിളിച്ച് അലീനയുടെ ജോലിക്കാരത്തെ പറ്റി വീണ്ടും തിരക്കുകയാണ്. സോജന്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമില് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് വേക്കൻസിയില്ലേ, അലീനയ്ക്കായി ആ ജോലി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. മറുപടിയെ സോജൻ, ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഞാൻ തിരക്കിയിട്ടില്ല, എങ്കിൽ ഞാൻ നിനക്ക് മറ്റൊരു ഐഡിയ പറഞ്ഞു തരട്ടെ, അവളെ നിനക്കങ്ങ് കെട്ടിക്കൂടെ എന്നാണ് സോജൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന മനുഷ്യർ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? അതിൻ്റെയാണല്ലേ അപ്പോൾ ഈ കുഴച്ചില്? എന്നാൽ ശരി ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം ഗ്രേസിയാൻ്റെയും മാമച്ചനങ്ങളും രേവതിക്കുട്ടിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജോമോൻ്റെ കാര്യം നമ്മൾ ഇങ്ങനെ ഇട്ടേച്ചാൽ മതിയോ? അതിനെപ്പറ്റി ആലോചിക്കണ്ടേ എന്നാണ് ഗ്രേസിയാൻ്റി ചോദിക്കുന്നത്. മറുപടി രേവതി, ആര് പറഞ്ഞു ഞാൻ അന്വേഷിക്കുന്നില്ലെന്ന്? ഒരു ദിവസം ഞാൻ ആൻസിയേച്ചിയെ വിളിച്ചിരുന്നു. ആൻസിയോ? അതാരെന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ, നമ്മളന്ന് കണ്ടില്ലേ കൊട്ടാരമറ്റത്തുള്ള ശരൺ ചേച്ചിയുടെ നാത്തൂൻ വിളിച്ചിട്ട് അവരെന്താ പറഞ്ഞതെന്നാണ് ഗ്രേസിയാൻ്റി ചോദിക്കുന്നത്. മറുപടി രേവതി, ഞാൻ അന്ന് പറഞ്ഞതൊക്കെ കറക്റ്റാണെന്ന് പറയുന്നു. അതായത് ശരൺ ചേച്ചി ശരിക്കും പ്രസവിച്ചിരുന്നു. കാര്യങ്ങൾ ആരും തന്നെ അറിയാതിരിക്കാൻ അവർ മധുരയിൽ കൊണ്ടുപോയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്.
അതിനുശേഷം 2 മാസത്തോളം അമ്മയും കുഞ്ഞും മധുരയിൽ തന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു. അതിനുശേഷം എന്തുണ്ടായിന്നിപ്പോൾ ഗ്രേസി ആൻറ്റി ചോദിക്കുന്നു. അതിനെപ്പറ്റി ഒന്നും തന്നെ ആൻസിസിക്കും അറിയത്തില്ല. എന്തായാലും ഷെറിൻ ചേച്ചി വിവാഹം കഴിച്ച ആളുടെ നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ ഇനി തുടർന്ന് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റൂന്നാണ് രേവതി ഇപ്പോൾ അവരോട് പറയുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം നീ വേഗം തന്നെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്ന് ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ബാലചന്ദ്രനുള്ള ആഹാരമെല്ലാം കൊണ്ടുകൊടുത്ത ശേഷം തിരികെ പ്ലേറ്റ് എടുക്കാനായിട്ട് അലീന അവിടെ ചെല്ലുകയാണ്. ഇന്ന് മുഴുവൻ കഴിച്ചല്ലോ എന്ന് അലീന ചോദിക്കുമ്പോൾ ഇന്നെനിക്ക് നല്ല വിശപ്പായിരുന്നു എന്ന് ബാലൻ പറയുന്നു. നീ കഴിച്ചോ എന്നാണ് ബാലൻ ഇപ്പോൾ ചോദിക്കുന്നത്. എൻ്റെ സമയം ആയിട്ടില്ലെന്ന് അലീനയും. കഴിച്ച ശേഷം തിരിച്ച് കൈ കഴുകി വരുന്ന ബാലചന്ദ്രനോടായി അലീന ചോദിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കാം. എന്താ നിനക്ക് ജോലി തീർത്തിട്ട് ഇവിടുന്ന് ഓടാനാണോ എന്നാണ് ബാലൻ ചോദിക്കുന്നത്. മറുപടി അലീന, എങ്കിൽ ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാം. ബാലനിപ്പോൾ അലീനയോടെ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് സ്നേഹനികേതനം വരെ ഒന്ന് പോയി വരാം. മറുപടി അലീന, അതിന് ആ സ്ഥാപനം ഇപ്പോൾ ഇല്ല. ഞാൻ അതല്ല പറഞ്ഞതെന്നാണ് ബാലൻ പറയുന്നത്. നിന്റെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓരോന്നായി നീ പറയ്, ഞാനിരുന്ന് കേൾക്കാമെന്ന് ബാലൻ ആവശ്യപ്പെടുന്നു. ഈ കുഞ്ഞിരാമമേനോനും ബ്രിജിത്ത മാമിയും തമ്മിൽ എങ്ങനെ പരിചയമെന്നാണ് ഇപ്പോൾ ബാലൻ ചോദിക്കുന്നത്. ഇത് കേട്ടപാടെ ചെറുതായി ഒന്ന് പതറുന്നുണ്ട് അലീന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.